നമസ്തേ. ചിറകുകൾ കൊണ്ട് മാത്രം ഒരു പക്ഷിയും പറക്കുന്നില്ല. മേലെ ആകാശവും ഉള്ളിൽ സ്വാതന്ത്ര്യമോഹവും ഉള്ളത് കൊണ്ടാണ് പക്ഷികൾ ഉയരത്തിലേക്ക് പറന്നു പോകുന്നത്. ആകാശത്തേക്ക് നോക്കാതെ ഭൂമിയിൽ മണത്തു നടക്കുന്ന കോഴികൾക്കും ചിറകുകളുണ്ട്. പി.കെ. പാറക്കടവിൻ്റെ അതിസുന്ദരമായ കഥകളുടെ സമാഹാരമാണ് വേരുകളുടെ ചോര എന്ന ഈ പുസ്തകം. മനുഷ്യജീവിതത്തോട് വല്ലാതെ ഹൃദ്യമായി സംവാദിക്കുന്ന കഥകളുടെ ഒരു സമാഹാരമാണ് ഈ പുസ്തകം. വളരെ സുന്ദരമായ ഭാഷയിൽ ജീവിതത്തിൻ്റെ പല മേഖലയിൽ നിന്നാണ് പി.കെ. പാറക്കടവ് സാർ ഈ കഥാതന്തുക്കളെയെല്ലാം പരിചയപ്പെടുത്തുന്നത്. കുറെ കൂടി സാമൂഹ്യമായി മനുഷ്യൻ ജീവിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്തങ്ങളിലേക്ക് ഈ കഥാതന്തുക്കളെല്ലാം വിരൽ ചൂണ്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത. മനുഷ്യന്റെ പരിസരങ്ങളെ കുറെ കൂടി ആഴത്തിൽ നോക്കുവാൻ ഓരോ കഥകളും നമ്മോട് ഹൃദ്യമായി പറയുന്നുണ്ട്. ചിരി എന്ന കഥയിൽ വേദന കണ്ണുനീരിൽ നിന്നാണ്. കണ്ണീരൊഴിക്കുന്ന കവളിൽ നിന്ന് പതുക്കെ മാറി ചുണ്ടിനും പല്ലിനുമിടയിൽ ഒളിച്ചിരിക്കും. ചിരി ചിലപ്പോഴെങ്കിലും കണ്ണീരിൻ്റെ ഒളിയിടത്തു നിന്നും എത്തി നോക്കുന്നതെന്നാണ് പലരും അറിയുന്നില്ല. എഴുത്തുകാരൻ തൻ്റെ ചുറ്റുപാടുകളെ ഓരോന്നോരോന്നായി നിരീക്ഷിച്ചുകൊണ്ട് പല കഥാതന്തുക്കളിൽ നിന്നാണ് കഥകൾ രൂപപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ സന്ധ്യയുണ്ട്, നക്ഷത്രങ്ങളുണ്ട്, മനുഷ്യജീവിതത്തിൻ്റെ ഓരോ ദൈനംദിന അനുഭവങ്ങളുണ്ട്. ഈവൻ ചിരി പോലും അദ്ദേഹത്തിൻ്റെ ഒരു കഥാവിഷയമായാണ് ഇതിനെ കഥയിൽ നിറഞ്ഞു നിൽക്കുന്നത്. മനുഷ്യൻ തൻ്റെ പരിസരങ്ങളോട് ശ്രദ്ധാപൂർവം ഇടപഴകുന്ന ഇതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് കൂടിയാണ് പി.കെ. പാറക്കടവ് സാർ ഓരോ വരികളിലും എഴുതി ചേർത്തിരിക്കുന്നത്. 4, 5, 6 സെൻറ്റൻസുകളിൽ കഥ പറഞ്ഞവസാനിപ്പിക്കുമ്പോൾ മനുഷ്യൻ ഒരായുസ് മുഴുവൻ എങ്ങനെയാണ് ജീവിച്ചു തീർക്കേണ്ടത് എന്ന് കഥയിൽ പറയാതെ പറഞ്ഞു വെക്കുന്നു. കാഴ്ചപ്പാട് എന്ന കഥ, അത് വെറും 2 സെൻറ്റൻസിൽ മാത്രമേ ആ കഥയുള്ളൂ. ആ കഥ ഇങ്ങനെയാണ്: ഭൂമിയിൽ നിറയെ മതിലുകളും മേൽക്കൂരകളുമാണെന്ന് മനുഷ്യർ വെറുതെ പറയുകയാണെന്ന് ആകാശത്തിലേക്ക് പറക്കുന്ന കിളികൾ. മനുഷ്യൻ്റെ സ്വാർത്ഥപരമായ ഇടങ്ങളെ കൂടി എഴുത്തുകാരൻ കഥയിൽ കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. ഒഴുകുന്ന പുഴയും കടലും എല്ലാം കഥകളിൽ നിറഞ്ഞു നിൽക്കുന്നു. മനുഷ്യൻ ശ്രദ്ധയോടെ ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് എഴുത്തുകാരൻ തൻ്റെ എഴുത്തിൽ പറഞ്ഞു വെക്കുകയാണ്. സുന്ദരമായ ഒരു കഥ ഇതിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. കഥയുടെ പേര് ഇര. വിശന്നു വലയുന്ന ഒരു കുരുവിക്കുഞ്ഞ് ഒരു പുഴുവിനെ നോക്കിയിട്ട് പറഞ്ഞു, നീയാണെൻ്റെ സന്തോഷം. വിശന്നു ചാകാൻ പോകുന്ന കുരുവിക്കുഞ്ഞിൻ്റെ അടുത്ത് ഉയരത്തു നിന്ന് പറന്നിറങ്ങിയ ഒരു കഴുകൻ അത് കേട്ടിട്ട് ചിരിച്ചു. കഥ 2 വരികളിൽ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ആര് ആർക്കാണ് ഇര? ഒന്ന് മറ്റൊന്നിന് നിരന്തരം ഇരയായി തീർന്നുകൊണ്ടേയിരിക്കുകയാണ്. ആനുകാലിക കഥാസാഹിത്യത്തിൽ പി.കെ. പാറക്കടവ് സാർ എഴുതിയിരിക്കുന്ന ഓരോ വരികളും ഒരു പുതിയ നക്ഷത്രത്തിൻ്റെ ഉദയമാണ്. മനുഷ്യരിലേക്ക് പ്രകാശം ജ്വലിപ്പിക്കുന്ന നക്ഷത്രത്തിൻ്റെ ഉദയം. മലയാള സാഹിത്യത്തിലെ ഈ വ്യത്യസ്തമായ പ്രമേയം പി.കെ. പാറക്കടവ് സാർ അവതരിപ്പിക്കുമ്പോൾ മനുഷ്യ ശരീരത്തിനോടുള്ള വർണ്ണന, മനുഷ്യ ശരീരത്തിൻ്റെ ഉത്തരവാദിത്വം, ഇതെല്ലാം ഈ കഥാഗ്രന്ഥത്തിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. മനുഷ്യൻ്റെ കണ്ണുകളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വിവരണം ഇങ്ങനെയാണ്. ഏതാണ്ട് 4 സെൻറ്റൻസിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കഥയാണ്. ജനിച്ചപ്പോൾ മുതൽ 2 കണ്ണുകൾ നമ്മുടെ മുഖത്തുണ്ട്. ഈ 2 കണ്ണുകൾ കൊണ്ടാണ് നാം ലോകത്തെ കാണുന്നതെന്നാണ് നമ്മുടെ വിചാരം. പക്ഷേ സത്യം അതല്ല. മറ്റുള്ളവരുടെ കണ്ണുകൾ കൊണ്ടാണ് നാം എല്ലാം കാണുന്നത്. നമ്മുടെ കണ്ണുകൾ കൊണ്ട് എല്ലാം കാണുമ്പോൾ ഈ ലോകം ഇങ്ങനെയായിരിക്കേയില്ല. നമ്മളുടെ കണ്ണുകൾക്ക് പരിമിതിയുണ്ട് എന്ന് എഴുത്തുകാരൻ പറയുകയാണ്. പ്രകൃതിയോടും സമൂഹത്തോടും മനുഷ്യൻ്റെ ധാർമ്മിക നിലവാരങ്ങളോടും മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അരുതായ്മകളോടുമെല്ലാം എഴുത്തുകാരൻ വളരെ ഭംഗിയായി തൻ്റെ കഥാവിവരണങ്ങളിൽ കൂടി പറഞ്ഞു വെക്കുന്നു.
ഇത് ഒരു കഥയല്ല, ഒരു കൂട്ടം കഥകളുടെ ഗ്രന്ഥമാണ്. വേരുകളുടെ ചോര. ഈ കഥാഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന, ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് മിന്നൽ കഥകൾ എന്നാണ്. വളരെ ചെറിയ വരികളിൽ നിന്ന് ഒരു പുതിയ ലോകത്തിലേക്ക് മനുഷ്യനെ പിടിച്ചുകൊണ്ടുപോകുന്ന അമൂല്യമായ ഗ്രന്ഥം. ഈ പുസ്തകത്തിൻ്റെ പ്രസാധകർ DC ബുക്സാണ്. നവ്യമായ വായനാനുഭവത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു.